ഇന്ന് ഈ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മളിവിടെ നിൽക്കുമ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ഈ പകൽ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നത്. ദീർഘവർഷങ്ങൾ I came to this land in 2013, and since then, or before that, much before that, I'm sure, from the very inception of this church, God had promised that we will have a theological education center. And I remember very truly that many of our church members have been praying continually, regularly, especially on Friday nights when we had the night prayers. ഫ്രൈഡേ രാത്രിയിലെ പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട്, പ്രത്യേകിച്ച് ബാവുച്ചായൻ ആ കാര്യം എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ വന്ന കാലം മുതൽ കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ആസ് എ ചർച്ച് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി പോസിബിൾ? Is it going to be possible? Because we all come from a theological background. Both of us, both pastors, we both come from theological institutions, and we know how difficult it is to run an institution or to conduct a program. I was wondering how would that be possible with the Transformation Church here, or then it was Birmingham Pentecostal Fellowship. It was a small church. But today, when we look back, that is the reason. I don't know how many of you can praise God for what God is doing here. ദൈവം ഇവിടെ ചെയ്യുന്ന ഈ പ്രവൃത്തി നമുക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷെ അത് ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിലുണ്ട് എന്നോർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. And this dear ones, these brothers and sisters, they have stepped out in faith. ഇന്ന് ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത്രയും ഗ്രാൻഡായിട്ട് ഇത് നടക്കുമെന്ന് ഞാൻ ചേർന്നപ്പോൾ പ്രതീക്ഷിച്ചില്ലെന്ന്. That means they all thought that it is just, ഒരു സാധാരണ ബൈബിൾ സ്റ്റഡി പോലെ അങ്ങ് പോകുന്ന വിചാരിച്ചത്. പക്ഷേ I appreciate you for your great effort and enthusiasm and long standing to complete this program, and may God bless you. And this is a wonderful batch. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. പ്രസംഗിക്കണോ, അസൈൻമെന്റ്സ് എഴുതണോ, എന്തോ വേണേലും അവര് in no time they will do it. They were so enthusiastic. Even when we started, we thought that how would this dear ones would complete it, because they have family, they have work job, other assignments, a lot of responsibilities in the church. But I praise God for each one of your life. So I'm sure if I give opportunity to each one of them, they will have a lot to say. But to represent the class, we will hear from one of them. The valedictorian speech will be given to us by Jubini Elsa Thomas. May I request Jubini to come and address the crowd. Let's welcome. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ ദൈവഭൃത്യന്മാർ, ഡോക്ടർ വെസ്ലി ലൂക്കോസ്, ഡോക്ടർ ജോയ് ടി സാമുവൽ, ഇന്നത്തെ മുഖ്യ അതിഥി പാസ്റ്റർ A.G. ജൂഡ്, പ്രിയ സഹോദരി സഹോദരന്മാർ, എന്നോടൊപ്പം ഗ്രാജുവേറ്റ് ചെയ്യപ്പെടുന്ന എൻ്റെ സഹപാഠികൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഗ്രാജുവേഷൻ സെറിമണിയിൽ ഒരു വാലിഡേറ്റോറിയനായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രഘോഷിക്കുവാൻ അയക്കപ്പെട്ടവർ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം നിങ്ങളോട് ഒരു ചിന്തയെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാം ആയിരിക്കുന്ന ഈ കാലയളവ് എന്ന് പറയുന്നത് ടെക്നോളജിയുടെയും സയൻസിൻ്റെയും വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. അത്യാധുനികമായി ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു. എന്നിരുന്നാൽ തന്നെയും പലരും ഇന്ന് മാറാരോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. പലരും ഇന്ന് അകാല മരണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അനേകർക്ക് ഇന്ന് സുഹൃത്ത് വലയങ്ങൾ ഏറെയാണ്. എന്നിരുന്നാൽ തന്നെയും പലരും ഇന്ന് ഏകാന്തതയിലും നിരാശയിലും കഴിയുന്നു. ദൈവത്തിൽ നിന്ന് വളരെ അകന്നവരായി ജനം മാറിയിരിക്കുന്നു. ഈ കാലഘട്ടത്തോടെ റോമാലേഖനം ഹൃദ്യമായി സംസാരിക്കുന്നു.
റോമാലേഖനത്തിൽ നാം ചില സത്യങ്ങൾ പഠിക്കുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സകല മനുഷ്യരും പാപികളാകുന്നു, ദൈവ തേജസ് നഷ്ടപ്പെട്ടവരുമാകുന്നു. എന്നാൽ ദൈവ തേജസ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ ഒരു വഴിയുണ്ട്. അത് എന്താണ്? യേശു ക്രിസ്തുവിലൂടെ രക്ഷ ലഭ്യമാണ്. അത് സൗജന്യമായി എല്ലാവർക്കും രക്ഷ ലഭ്യമാണ്. ഒരു മനുഷ്യന് എങ്ങനെ രക്ഷിക്കപ്പെടാം? അതും നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. 10-ാം അധ്യായം 9-ാം വാക്യം: യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇവിടെ രക്ഷ പ്രാപിക്കുവാൻ ഒരു പ്രോസസ്സ് നമ്മൾ കാണുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. എന്നാൽ എൻ്റെ ചോദ്യം അതല്ല, നമുക്ക് എങ്ങനെ ആ വിശ്വാസം വർദ്ധിപ്പിക്കാം? ഒരാൾ നീതിക്കായി വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമോ? ഇങ്ങനെ ഒരു അവസരത്തിൽ നാം ഇന്ന് വായിച്ചൊരു കുറുവാക്യം വളരെ പ്രസക്തമാണ്. 14-ാം വാക്യം: എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നാം ഇവിടെ കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഒരു സത്യം വിളിച്ചു പറയുകയാണ്. ആരും പറയുവാൻ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ കേൾക്കും? ആ മനുഷ്യൻ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ അവൻ എങ്ങനെ യേശുവിൽ വിശ്വസിക്കും? യേശുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ യേശുവിനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, രക്ഷ പ്രാപിക്കും? ആ ശൃംഖല, ആ ചെയിൻ നിങ്ങളൊന്ന് നോക്കിക്കേ. പ്രസംഗിക്കുക, കേൾക്കുക, വിശ്വസിക്കുക, വിളിച്ചപേക്ഷിക്കുക, രക്ഷ പ്രാപിക്കുക. എന്നാൽ അതിലെല്ലാം ഉപരി നാം ഒരു കാര്യം കൂടി അവിടെ വായിച്ചു: ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? യഥാർത്ഥത്തിൽ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് പ്രസംഗിക്കുക എന്നതിൽ നിന്നല്ല, മറിച്ച് അയക്കപ്പെടുക എന്ന ദൗത്യത്തിൽ നിന്നാണ്. അയക്കപ്പെടുക, പ്രസംഗിക്കുക, കേൾക്കുക, വിശ്വസിക്കുക, വിളിച്ചപേക്ഷിക്കുക, രക്ഷ പ്രാപിക്കുക. അതാണ് കർത്താവായ യേശു ക്രിസ്തുവും പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം പറയുന്നു: യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നമുക്കറിയാം, യേശു രക്ഷയുടെ പ്രവൃത്തി കാൽവറയിൽ പൂർത്തീകരിച്ചു. സകല മാനവജാതിയുടെയും പാപത്തിനു വേണ്ടി യേശു കാൽവറയിൽ യാഗമായി തീർന്നു. എന്നാൽ പ്രിയ സഹോദരന്മാരെ, നാം ഇന്നൊരു സത്യം അറിയണം: സുവിശേഷം സ്വയവേ പടരുന്നില്ല. യേശു ചെയ്ത ആ പ്രവൃത്തി മനുഷ്യ ഹൃദയങ്ങളിൽ എത്തേണ്ടതുണ്ട്. അങ്ങനെ എങ്കിൽ മാത്രമേ ഒരാൾ യേശുവിൽ വിശ്വസിക്കുകയുള്ളൂ, നീതിക്കായി അവൻ ഏറ്റുപറയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നമുക്കറിയാം, യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടിയാണ് വന്നത്. ദൈവത്തിൻ്റെ അധികാരത്തോടു കൂടിയാണ് വന്നത്. പിതാവിൽ പൂർണ്ണ അനുസരണമുള്ളവനായി വിശുദ്ധിയോടും ദൈവസ്നേഹത്തിലും ആണ് താൻ പ്രവൃത്തി ചെയ്തത്. അതുപോലെയാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ എങ്ങനെ അയച്ചോ അതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. എൻ്റെ അധികാരത്തിൽ നിങ്ങൾ പോകുവിൻ, ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടെ നിങ്ങൾ പോകുവിൻ, പൂർണ്ണ അനുസരണത്തോടെ, വിശുദ്ധിയോടെ, ദൈവസ്നേഹത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വൻകാര്യങ്ങളെ ചെയ്യുവിൻ. ഈ അയക്കപ്പെടുക അല്ലെങ്കിൽ പോകുവാനുള്ള മനസ്സ് എന്ന് പറയുന്നത് വെറും ഒരു കടമയായിട്ടല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അതിനെ ഒരു ബ്യൂട്ടിഫുൾ, സൗന്ദര്യപൂർണതയായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതാണ് നാം ഇവിടെ വായിച്ചത്: നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. നാം ഇത് ഇവിടെ വായിക്കുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നാം ഇവിടെ ഇത് വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിൽ നിന്നും കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം: സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഈ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കണം. സിയോൻ ഒരു നാശത്തിൻ്റെ വക്കിലേക്ക് ആയിരിക്കുന്നു. ഒരു ഡിസ്ട്രക്ഷനിലൂടെ സിയോൻ കടന്നു പോകുന്നു. ദൈവ വഴിയിൽ നിന്ന് അന്യപ്പെട്ടതിനാൽ പ്രത്യാശയില്ലാത്തവരായി ജനം കഴിയുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു സുവാർത്താ ദൂതുമായി, ഒരു നല്ല വർത്തമാനവുമായി ഒരു ദൂതൻ അവരുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഫോണോ ഇൻ്റർനെറ്റോ അതുപോലെ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഉപാധികളോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരു യുദ്ധത്തിൽ ഒരു വിജയം കൈവരിച്ചാൽ ജനങ്ങൾ എങ്ങനെയാണ് അതറിയുക? യുദ്ധഭൂമിയിൽ നിന്ന് ഒരാൾ ഓടി അവരുടെ അടുത്തേക്ക് വരും. നമ്മൾ ബാഹ്യമായി നോക്കിയാൽ ആ ദൂതനെ
ഒരു 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 അട്രാക്ഷനും കാണത്തില്ല, ഒരു സൗന്ദര്യവും അവനിൽ കാണത്തില്ല. ഒരു പക്ഷേ അവൻ മുറിവേറ്റവനായിരിക്കാം, അവൻ്റെ വസ്ത്രങ്ങൾ കീറിയതായിരിക്കാം, വസ്ത്രങ്ങളിൽ പൊടി പുരണ്ടതായിരിക്കാം, കാലുകളിൽ മുറിവുണ്ടായിരിക്കാം, ശരീരത്തിൽ ക്ഷീണമുണ്ടായിരിക്കാം. ബാഹ്യമായി നോക്കിയാൽ ഒരു സൗന്ദര്യവും കാണത്തില്ല. എന്നാൽ അവൻ വഹിക്കുന്ന ആ ദൂത് അത് ഒരു സദ്വർത്തമാനമാണ്, അതൊരു നല്ല വാർത്തയാണ്, വിജയത്തിൻ്റെ വിടുതലിൻ്റെ ഒരു വർത്തമാനമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൂതിനാൽ നന്മ സുവിശേഷിക്കുന്നവരുടെ, ആ ദൂത് വഹിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്ന കാലുകൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പാദങ്ങളുള്ള ഒരു വ്യക്തിയുടെ അനുഭവ കഥ നിങ്ങളോടൊപ്പം പങ്കുവച്ചിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് ഇന്ന് അവസാനിപ്പിക്കട്ടെ. ജോൺ അലൻ ചൗ, ഒരു അമേരിക്കൻ യുവ മിഷനറി. ആരും എത്തപ്പെടാത്ത ഒരു രാജ്യത്തേക്ക് സുവിശേഷവുമായി കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സെന്റിനൽ ദ്വീപിലേക്ക് പോകുവാൻ അദ്ദേഹം തയ്യാറായി. ഈ ദ്വീപ് എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ്. പുറത്തുനിന്ന് അവിടേക്ക് ആർക്കും പ്രവേശനമില്ല, അവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് പോകുവാനും അനുവാദമില്ല. ഇങ്ങനെ ഒരു ദ്വീപിൽ ജോണിനൊരു പ്രത്യേകമായ ഒരു കാര്യം അവൻ മനസ്സിലാക്കി. ഈ ദ്വീപ് ഒറ്റപ്പെട്ടതാണ് മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്ന്, എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഇത് അന്യരല്ല, ഇവർ അന്യരല്ല, ഇവരും ദൈവസ്നേഹം മനസ്സിലാക്കണം, ഇവരും യേശുവിൻ്റെ രക്ഷ മനസ്സിലാക്കണം. ആ പ്രത്യേക ഉദ്ദേശത്തോടെ ജോൺ അവിടേക്ക് യാത്രയായി. എന്നാൽ ജോണിനെ പ്രതീക്ഷിച്ചിരുന്നത് അപകടമായിരുന്നു. ജോൺ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ ആ ഗോത്രത്തിലെ ആളുകൾ അവനെ അമ്പെയ്തു. ആ ദ്വീപിൽ അവന് എത്താൻ കഴിയാതെ വണ്ണം ആദ്യം അവൻ പിന്മാറി. എന്നാൽ അഗാധമായ ദൈവസ്നേഹം നിമിത്തം അവൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. അവൻ പല കത്തുകൾ എഴുതി. അഗാധമായ ദൈവസ്നേഹം നിമിത്തം ആത്മാർത്ഥമായി ആ ജനതയ്ക്ക് വേണ്ടി ജോൺ പ്രാർത്ഥിച്ചു. അതിനുശേഷം രണ്ടാമതും അവൻ അവിടേക്ക് കടന്നുപോയി. ആ മനോഹരമായ പാദങ്ങൾ ആ ദ്വീപിൽ സ്പർശിച്ചു. എന്നാൽ അവനെ കാത്തിരുന്നത് അപകടമായിരുന്നു. ഗോത്രത്തലവന്മാർ മറഞ്ഞിരുന്ന് അമ്പ് എയ്ത് അവനെ കൊന്നു. ഒരു വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ, യേശുവിനെ പറ്റി ഒരു സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് അവൻ മാറ്റപ്പെട്ടു, അതിദാരുണമായി കൊല്ലപ്പെട്ടു. നാം ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളെ പോലെ ഒരു നമ്മുടെ ഇടയിലുള്ള ഒരു യുവതലമുറ, നമ്മളുടെ മക്കളിൽ ഒരാൾ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ലോകം നോക്കുമ്പോൾ ഇതിനെ ഒരു ദാരുണ അന്ത്യമായി കാണുന്നു, വേദനാജനകവും അപകടം നിറഞ്ഞതുമായി ഇതിനെ കാണുന്നു. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യ പൂർണ്ണതയുള്ള ഒരു സംഭവമായിട്ട്. ഇതിൽ ജോണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ വിജയമോ അവൻ്റെ അഭിമാനമോ അവൻ്റെ അധികാരമോ ഒന്നുമല്ല, മറിച്ച് പോകുവാൻ അവനുണ്ടായിരുന്ന മനസ്സാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഇന്ന് ചോദിക്കട്ടെ. ദൈവം നമ്മളെ ഒരു പക്ഷേ സമുദ്രങ്ങൾ കടക്കുവാനോ പർവ്വതങ്ങൾ കയറുവാനോ അപകടം നിറഞ്ഞ മേഖലയിലേക്ക് ഒന്നും ക്ഷണിച്ചെന്ന് വരില്ല. പക്ഷെങ്കിൽ ഒരു വിശ്വാസി പോകുന്ന സ്ഥാനങ്ങളിൽ സുവിശേഷവുമായി പോകുവാൻ ആവശ്യമാണ്. ഒരു പക്ഷേ അത് അയൽവാസിയോടാകാം, സുഹൃത്തുക്കളോടാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകാം. നമ്മൾ പോകുമ്പോൾ സുവിശേഷവുമായി കടന്നു പോകട്ടെ. നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റ് ഒരാളുടെ അനുസരണമാണ്, മറ്റ് ഒരാൾ അയക്കപ്പെടുവാൻ തയ്യാറായതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ആരോ നമ്മളോട് സുവിശേഷം പറഞ്ഞു, ആരോ നമ്മളോട് റേഡിയോയിലൂടെ പ്രസംഗിച്ചു, ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആരോ നമുക്ക് വേണ്ടി ട്രാക്റ്റ് തന്നു, ആരോ നമ്മെ സഭയിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ രക്ഷയുടെ സ്റ്റോറിയിൽ ഒരാൾ പാർട്ട് ആയതുപോലെ ഞാൻ നിങ്ങളോട് ഇന്ന് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, മറ്റു ഒരു വ്യക്തിയുടെ രക്ഷയുടെ സ്റ്റോറിയിൽ നമുക്കും പാർട്ട് ആകുവാൻ സാധിക്കുമോ? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ആ നല്ല പാദങ്ങളാകുവാൻ നമുക്കും കഴിയുമോ? കർത്താവ് യേശു ഇപ്രകാരമാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോകുവിൻ, സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Jubini, for that excellent sermon. I know it's not just a sermon, but it is more than a sermon. It's a call to go. അയക്കപ്പെടുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം. നാം പോകുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേവലം ഇന്ന് പകൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഈ സഹോദരങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുന്ന, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തികൾക്കും ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.